ഹലോ. ഹലോ. ആ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മൻസൂർ ഭായി അല്ലേ? അതെ. ഞാൻ നിങ്ങളെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ടേ, എന്താണ്? വഹാബി തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ആ. CM മടവൂർ അലീനെ നിങ്ങൾ നിന്ദിച്ച് ഉം. മുഖം വികൃതമാക്കി അവതരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ശരി. ആ. അതിന്റെ നിജസ്ഥിതി അറിയാൻ വിളിച്ചത്. ഇതിപ്പോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഇങ്ങനെ വരും അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാം. അങ്ങനെ സീരിയസ് ആയ എന്തെങ്കിലും ത്രെട്ട് നേരിടുന്നുണ്ടോ നിങ്ങൾ? സീരിയസ് ആയി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ദ്രോഹികൾ എന്തെങ്കിലും നേരിടുന്നുണ്ടോന്നാണ് ചോദ്യം. പോലീസല്ല, നിയമപാലകരല്ല ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും നേരിടുന്നുണ്ട്? സാമൂഹിക ദ്രോഹികളുടെ എന്നല്ല, ഈ കള്ളക്കറാമത്തുമായ അവിക്കഥകളൊക്കെ തുറന്നു കാണിക്കുന്ന വീഡിയോകൾ ചെയ്യാറുണ്ട്. അല്ല, അത് ഇവനും ചെയ്യാറുണ്ടല്ലോ, ആരിഫ് ഹുസൈൻ തിരുവോത്തും ചെയ്യാറുണ്ടല്ലോ. അവരുമായിട്ട് ആശയം പങ്കിടുന്നുണ്ടോ? ആരിഫ് ഹുസൈനുമായിട്ടോ? ആരിഫ് ഹുസൈനായിട്ട്. അവന് ലിങ്കൻ മായാവി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ കളിയാക്കുന്നത്. ടെർമിനോളജി കേട്ടിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സാങ്കേതിക ബോധം. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഇസ്ലാം വിരോധം കാരണം പറയുന്നതാണ്. അതെ, ഇസ്ലാം വിരോധം ഉപയോഗിക്കുക ഇങ്ങനെയാണല്ലോ. അത് അള്ളാഹുവിന് നബിയൊക്കെ ലിങ്കനും മായാവിയും കുട്ടൂസിനും ഒക്കെ ആക്കിയിട്ടാണല്ലോ. അത് ശൈലി പിന്തുടരുന്നുണ്ടല്ലോ. അതാ ശരി. ഞാന് അള്ളാഹിനെയും റസൂലിനെയും കുറ്റം പറയുന്ന ആളല്ല. അള്ളാഹ് റസൂലും പറഞ്ഞത് പ്രാവർത്തികമാക്കണം, അതാണ് യാഥാർത്ഥ്യം. അതിന് വിരുദ്ധമായിട്ടുള്ള മായാവി കഥകൾ പറയല്ലേ എന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഈ മായാവി എന്നുള്ളൊക്കെ പദം ഉപയോഗിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്ട്രീം ലെവൽ മേ ബി ഈ ഔലിയാക്കളും CM മടവൂരും അല്ലെങ്കിൽ മുമ്പൊന്നങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് അതിന്റെ മേലെയും പോകാൻ പറ്റും. അള്ളാഹുലേക്ക് റസൂലിലേക്കൊക്കെ എത്താൻ പറ്റും ഈ പദം വെച്ചിട്ട്. അപ്പൊ അള്ളാന്റെ കൈകാടിയാണ് റസൂൽ എന്നാണ് അവൻ പറയുന്നത്. മനസ്സിലായില്ലേ? താങ്കളുടെ പേരെന്താ? എന്റെ പേര് മുസ്തഫ. മുസ്തഫ സാഹിബേ, ഈ ഒരാള് മരണപ്പെട്ട് കിടക്കുകയാണ്. ആ മരണപ്പെട്ട് കിടക്കുന്ന ആള് മുൻപൊരു വസിയത്ത് ചെയ്തിരുന്നു വേറൊരാളുമായിട്ട്. ഞാൻ മരിക്കുകയാണെങ്കിൽ താങ്കൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. അതായത് ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ താങ്കൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. താങ്കളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഞാൻ താങ്കളുടെ മയ്യത്ത് കുളിപ്പിക്കാം എന്നൊരു വസിയത്ത്. അങ്ങനെ ആ വസിയത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതിൽ ഒരാൾ മരണപ്പെടുകയാണ്. മരണപ്പെട്ട് ഈ വസിയത്ത് പോലെ തന്നെ ഈ പറയപ്പെട്ട വ്യക്തിയാണ് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ ആള് തന്നെയാണോ മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മരിച്ച ആള് ഒന്ന് കണ്ണ് തുറന്നിങ്ങനെ നോക്കുകയാണ്. മരിച്ച ആള് കണ്ണ് തുറന്നിങ്ങനെ നോക്കുക. അപ്പോ ഈ കാലേരി പറയാണ്, അത് അറബിയിലാണ്, പിന്നീട് അറബിയായി. കണ്ണ് തുറന്ന് നോക്കൊന്നും വേണ്ട, അന ഞാൻ തന്നെയാണ്, കണ്ണടച്ചോ എന്ന് പറയുന്ന അക്കാലത്ത് ജീവിച്ച ഒരു ഖാദിയോട് പറഞ്ഞത്, ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം. ശൈഖ് അവറുകൾ പറഞ്ഞതാ. EK ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം ആ സംഭവം. ആദ്യം മരിച്ചത് ശൈഖ് അവറുകൾ. ശൈഖ് അവറുകൾ വഫാത്തായി. കുളിപ്പിക്കാൻ ഖാദിയാര് വന്നു. കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കണ്ണ് തുറന്നു നോക്കി. കണ്ണ് തുറന്നിങ്ങൾ നോക്കുമ്പോ ഖാദി പറഞ്ഞു, അന ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്, അവിടെ കിടന്നോളൂ, പേടിക്കണ്ട, കരാർ അങ്ങനെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇസ്ലാമിക വിധി താങ്കൾക്കറിയാമോ? എനിക്കറിയാം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ കറാമത്തിനെ നിഷേധിക്കുന്നുണ്ട്. കറാമത്ത് അവിടെ നിൽക്കട്ടെ. CM വലിയുള്ളതിന്റെ കറാമത്താണെന്നാണോ പറയുന്നത്? അല്ലേ അത് കറാമത്ത്. അപ്പൊ നിങ്ങൾ കറാമത്ത് നിഷേധിക്കുകയാണോ? മൊത്തത്തിൽ കറാമത്ത് നിഷേധിക്കുകയാണോ? CM മടവൂരിന്റെ കറാമത്തിനെ മാത്രം നിഷേധിക്കുക? മുസ്തഫ സാഹിബേ, പറയാം. ഇസ്ലാമിക വീക്ഷണമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന ആദരവാണ്. ആ ആദരവിനെ എന്റെ ഫേസ്ബുക്ക് വഴിയോ യൂട്യൂബ് വഴിയോ ഇന്നേ വരെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ആദരവിനെ നിഷേധിച്ചിട്ടില്ല. എന്റെ ചോദ്യം എന്താണ്? CM മടവൂര് അള്ളാഹുവിന്റെ വലിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? CM മടവൂര് എന്നല്ല, അള്ളാഹുവിന്റെ വലിയ ആരാണെന്നുള്ളത് നിശ്ചയിക്കേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ്. പക്ഷെ നമുക്ക് അള്ളാഹുമായിട്ട് കോണ്ടാക്ട് ഇല്ലല്ലോ. നമ്മൾ പരിസരത്ത് കാണുന്നത് ഇപ്പൊ ഒരു
നല്ല പേശി മഴയില്ലാത്ത കാലത്ത് ഇപ്പൊ എന്റെ നാട് കോട്ടയത്തിലുള്ളതാണ്. ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ ഉണ്ടായിരുന്നു, അബ്ദുൽ ബാരി മുസ്ലിയാർ അറിയാം, സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ അബ്ദുൽ ബാരി മഴയില്ല. മുസ്ലിയാരെ എനിക്കറിയാം. അബ്ദുൽ ബാരി മുസ്ലിയാര് മോശപ്പെട്ടവനാണെന്നോ അങ്ങനെ ഒരു വാദം അല്ല എനിക്കില്ല. ഞാൻ എന്റെ നിങ്ങളുടെ വാദം എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നു. കറാമത്ത് നിഷേധികളായ വാബികൾ ഉണ്ട് നാട്ടിൽ. ഒരു മിനിറ്റ്, വഹി എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്തഫ സാഹിബെ? അള്ളാഹുവിനോട് അടുത്ത ആള്. അള്ളാഹുവിനോട് അടുത്ത ആള്. ഈ അള്ളാഹുവിനോട് അടുത്ത ആളുകള് എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അപ്പോ വലിയകളാണോ, അതോ അതിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ആളുകളെ? അതിന് നിദർശനം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ അള്ളാഹുവിനോട് അടുത്ത ആളുകൾക്ക് അള്ളാഹു ചില കഴിവ് കൊടുക്കുമ്പോ നിങ്ങൾക്കറിയില്ല അള്ളാഹു ആ കഴിവ് കൊടുത്തു എന്നുള്ളത് അല്ലേ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്നത് പാവപ്പെട്ട സാധുക്കളെ മുസ്ലിയാക്കന്മാർ വഞ്ചിക്കുന്ന ഒരു വേർഷനാണ് ഈ ഞാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞപ്പോ ഞാൻ സിഎംമാണവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ കേൾക്കുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ നാട്ടിലെ പഴമക്കാർ പറയുന്നു, ഞങ്ങളുടെ നാട്ടിലും മഴയില്ലാത്ത കാലത്ത് എല്ലാവരും സങ്കടം പോയി പറയും. കാരണം നാട്ടിലൊരു പ്രധാനപ്പെട്ട ആളാണ്, വലിയ പുറമെ സ്കൂളിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തതും നാട്ടിലെ പ്രമാണി അയാൾ സമസ്തക്ക് വേണ്ടിയിട്ട് ആ കാലത്ത് 25 രൂപ കൊടുത്താണ് സമസ്ത രൂപീകരണം 1926 25 രൂപ നിങ്ങൾക്ക് അറിയാം. സാമൂഹ്യ പരിഷ്കർത്താവാണ് എല്ലാ നിലയിലും. അപ്പൊ അദ്ദേഹത്തോട് പരാതി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു പാറപ്പുറമുണ്ട് അവിടേക്ക് വരാൻ പറഞ്ഞപ്പോ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ കൂടെ എടുത്തു വരണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കാലത്ത് ഉണ്ടായിരുന്നു ഇത്തിരി പുരോഗമനപരമായി ചിന്തിക്കുന്ന നിഷേധികൾ. അവര് കോട്ട എടുക്കാതെ പോയി, ഇവരൊക്കെ കോട്ട എടുത്തു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്തു എന്ന് ഞങ്ങളുടെ നാട്ടിലെ അനുഭവസ്ഥരായ അവരുടെ തലമുറയിൽപ്പെട്ട അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തെളിവാണ് അബ്ദുൽ ബാരി ഇങ്ങനെ ഒരാൾക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിയുന്നുള്ളത് അനുഭവിച്ചതാണ്. ഞാൻ പറയുന്നത് സമസ്ത അവകാശപ്പെടുന്ന പോലെ മഴ നിർത്തിയതൊക്കെ പറയുന്നത് അതൊന്നല്ല, അതൊക്കെ ഈ കാലത്താണ്. മഴ വേണ്ടെന്ന് പറയുന്നു. ദുആ പോലും ഉണ്ട് മഴ പെയ്യിപ്പിക്കാൻ. റസൂൽ അങ്ങനെ വട്ടം കാണിച്ചു കൊടുത്തു അവിടെ എത്ര മഴ പെയ്യാന്നുള്ള, അതൊക്കെ റസൂലിന്റെ പറയപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? റസൂൽ മഴ പെയ്യിപ്പിച്ചു എന്നാണോ അങ്ങനെ പറയപ്പെടുന്നത്? അള്ളാഹുവിനോട് ദ്വാരുന്നു, അള്ളാഹുവോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു ആവശ്യത്തിന് മഴ വർഷിപ്പിച്ചു. അത് ആവശ്യത്തിൽ അധികമായപ്പോൾ അത് ഇനി ആവശ്യക്കാരിലേക്ക് മാറി. ഇതൊന്നും നിഷേധിക്കുന്നവനല്ല ഞാൻ. എന്നാൽ ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചൊരു കാര്യത്തിന് നിങ്ങൾ പിന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മരിച്ചൊരു മനുഷ്യൻ വസിയത്ത് ചെയ്തത് സത്യമാണോ എന്നറിയാൻ കണ്ണു തുറന്നു നോക്കി എന്ന് പറയുന്ന ഒന്നാന്റെ വലിയനല്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ കലാമിൽ നിന്നോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരിക്കാൻ അനുവദിക്കുക. അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുക. എന്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോ അതെ മുഹമ്മദ് മുസ്തഫ, ഇതിനു മുമ്പേ ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് ഇങ്ങനെ അതോ ഷബാങ്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇവിടെ പറയുവാനുള്ളത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിൽ നിന്നോ വമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് എന്റെ പ്രമാണങ്ങൾ. പറയട്ടെ, എന്താ നിങ്ങൾ ഇങ്ങനെ വൈബ്രന്റ് ആവുന്നത്? ഇതിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അമാലായതിനു ശേഷം അദ്ദേഹം ഈ ലോകത്തെ കാര്യങ്ങൾ അറിയാൻ കണ്ണുറന്നു നോക്കിയ ഒരു വിഷയം, ഒരു ചരിത്രം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നുള്ളതിന് ഒരു തെളിവ് ഹുജ്ജത്തിന്റെ കൊള്ളുന്നതായിരിക്കണം. ഞാൻ അങ്ങോട്ട് പറയട്ടെ. അങ്ങനെ പറയുമ്പോ നിങ്ങൾ മൊത്തത്തിൽ കറാമത്തുകളെല്ലാം നിഷേധിച്ച് കളയുന്നു. കറാമത്ത് നിഷേധിക്കുന്നു എന്നല്ല ഇപ്പോഴത്തെ കാര്യം. ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ് അത്ഭുതകൃത്യം എന്ന് പറയുന്നത് വ്യക്തമായി. സാധാരണക്കാർക്ക് അത്ഭുത കൃത്യമല്ലേ? മരിച്ചാൽ കണ്ണു നോക്കുന്ന അത്ഭുത കൃത്യമല്ലേ? സംഭവം സംഭവിക്കും. സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കറാമത്ത് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ അങ്ങനെ പറയാനേ ഒരു അത്ഭുത നിങ്ങൾ ആരും ഹുസൈൻ തെരുവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് പോയി പറയാം. മറുപടി ഉണ്ട്. എന്റെ അള്ളാഹുവിന്റെ ദീനിൽ അതിന് മുൻ മാതൃകയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. ഞാൻ പറയട്ടെ, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം.
നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ട് ഇന്ന കറാമത്ത് നിഷേധിയാക്കാൻ വിളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിങ്ങൾ ആവശ്യമില്ല. കറാമത്ത് നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ അതിന് ഇനി ഇനി ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പറയോ? എന്താണ് പറഞ്ഞോന്ന്? നിങ്ങളത് പറയോ? നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയും. ഞാൻ ചോദിക്കുന്ന ഉത്തരം നിങ്ങൾ പറയുന്നില്ല. താങ്കൾ എന്നെ കറാമത്ത് നിഷേധി എന്ന് പറഞ്ഞ് വിളിച്ചല്ലോ. ലൗഹുൽ ചോദിക്കാണ് മഹ്ഫൂദ് നിങ്ങളുടെ എന്താണ്? സ്റ്റാൻഡ് എന്താണെന്ന്, നിങ്ങളുടെ സ്റ്റാൻഡ് മണ്ണാർക്കാട് KSRTC സ്റ്റാൻഡാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് മുസ്തഫ അറിയെങ്കിൽ പറ. അള്ളാന്റെ കലാമിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് എന്താണ്? അത് തിരുത്താൻ കഴിവുള്ളവനാണോ നിങ്ങൾ പറയുന്ന ഈ ചിറ്റരിമേത്തൽ അബൂബക്കറെ? ഇതൊക്കെ ആരാ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ലൗഹുൽ മഹ്ഫൂദ് വരെ തിരുത്താൻ അധികാരമുള്ള നേതാക്കളാണവര്. അതാ ശൈഖുന മടവൂര് ഈ ബിലീസിന്റെ കാര്യക്കട വെക്ക്. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ നടത്താൻ ലോകം മൊത്തം കണ്ടിട്ട് അത് നിയന്ത്രിച്ച് ഞാൻ അസ്വദിയായാൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ കുറെ നേരമായി ചോദിക്കുന്നു കഴിവുള്ളവനാണോ ചിറ്റരിമേത്തൽ അബൂബക്കർ ബാക്കവി? അപ്പൊ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചോദിക്കുന്നത്? അല്ലാണ്ട് ലൗഹ് തിരുത്തുന്നതാണോ കറാമത്ത്? എവിടുന്നാണ് ചങ്ങായിമാരെ ഇങ്ങോട്ട് പഠിച്ചത്? ഹിദായത്ത് തരട്ടെ. മഅസ്സലാമ. ഒരിക്കൽ ഒരു മഹാന്റെ സംഭവത്തിൽ പറയാണെന്ത്, അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാ. വന്നേടത്തുനിന്ന് മഹാൻ പറയാണ് എന്ത്, ഇർജിഅ ഫഖദ് ബഖിയ മിൻ നജരി ഫുലാനിൻ ഖദാ. ഉപരി മരിക്കാനായില്ല, എന്തപ്പ തന്നെ വന്നുള്ളത്, സമയാകുമ്പോ വന്നാ മതി, തിരിച്ചു പോകൂ എന്ന് അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഔലിയാക്കന്മാരുണ്ട്. എന്നെ കറാമത്ത് നിഷേധി എന്ന് വിളിക്കുന്ന ആളുകൾ ആദ്യം ഇതൊക്കെ കറാമത്താണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നൽകുന്ന ആദരവാണ് എന്ന് അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് ഒന്ന് തെളിയിച്ചിട്ട് വരും. ഇനി അടുത്തത് കേൾക്കാം. മടവൂർ ശൈഖുനാന്റെ ഹദ്റത്തിൽ ഖിദ്ർ അലൈഹിസ്സലാം വന്ന സംഭവം രേഖപ്പെടുത്തിയതുപോലെ ഒരിക്കൽ ശൈഖുന ഇരിക്കുന്ന മജ്ലിസിൽ ഇടയ്ക്കിങ്ങനെ എഴുന്നേൽക്കുകയാണ്. ശൈഖുന കൂടുതൽ തവണ എഴുന്നേറ്റു. ആളുകൾ ചോദിച്ചു, ഇന്നെന്താ പ്രത്യേകം എഴുന്നേൽക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇന്നത്തെ സദസ്സിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അവണ്ണം നമ്മൂടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ. ഇനി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറയേണ്ടതുണ്ടോ? ഹബീബായ തങ്ങള് വരെ അവിടുത്തെ മജ്ലിസിൽ വന്ന സംഭവം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, പല പുസ്തകത്തിലും എഴുതി വച്ചിട്ടുണ്ട്. കുത്തുബുൽ ആലം ശൈഖുന മടവൂർ CM സെന്റർ പുറത്തിറക്കിയ ബുക്കാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബായ തങ്ങൾ വരുന്നു, ഖിദ്ർ അലൈഹിസ്സലാം വരുന്നു, അക്കൂട്ടത്തിൽ വരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആരാണ് അവിടെ വരാതിരിക്കുക? അത് കാലഘട്ടത്തിന്റെ യുഗപുരുഷനല്ലേ? ഹബീബായ തങ്ങൾ നേരെ നിയന്ത്രിക്കുന്ന ആളാണ്. അള്ളാന്റെ റസൂല് തന്നെയാണ് അവർക്ക് നിർദ്ദേശം നൽകുന്നത്. ഹബീബായ തങ്ങളുടെ നിയന്ത്രണത്തിലാണവർ. അവര് വരികയാണ്, ജിബ്രീൽ വരികയാണ്, മലക്കുകൾ സംസാരിക്കുകയാണ്, ഖിദ്ർ അലൈഹിസ്സലാം വരികയാണ്. ലോകത്തിൻ്റെ നായകൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രത്തോളം മോശമായി ചിത്രീകരിക്കുന്ന ഏതൊക്കെ പുസ്തകത്തിലുണ്ട് എന്നാണ് തെളിവ്. പ്രിയ സഹോദരങ്ങളെ, എന്നെ കറാമത്ത് നിഷേധി എന്ന് വിളിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് കറാമത്ത്, ആരാണ് ഔലിയാക്കൾ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞും ചെയ്തും നടക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് ഈ ആളുകളുടെ അടുത്തേക്കൊക്കെ വരികയാണ് എന്ന് പറയുന്ന ഇത്തരം ബാലിശമായ കാര്യങ്ങളെ വിമർശിക്കുന്നതാണോ കറാമത്ത് നിഷേധം? അടുത്തത് കേൾക്കാം. സയ്യിദുൽ ഖൗം ഖിദ്ർ അലൈഹിസ്സലാം വലിയ ബന്ധം സ്ഥാപിക്കുകയാണ് ശൈഖുന ശൈഖ് മടവൂർ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവരൊക്കെ, പ്രത്യേകിച്ചു മലക്കുകൾ,
മലക്കുകൾ, എന്തിനധികം മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരെ ശൈഖുനയുമായി ബന്ധപ്പെടുകയാണ്. CP ഉസ്താദ് തന്നെ പറഞ്ഞ സംഭവമാണല്ലോ. കൂടെ നടക്കുമ്പോ ശൈഖുന പറയുന്നു, തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീൽ മുന്നിൽ നടക്കൂ, അന്ത തഖദ്ദം, നിങ്ങൾ മുന്നിൽ നടക്കൂ. അല്ലേ? നമ്മളെ ചിറ്റടി മീത്തൽ വീട്ടിൽ വന്ന് പറഞ്ഞ സംഭവം, അതിന്റെ ദൃക്സാക്ഷികളായ ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അവിടെ വന്ന് ശൈഖുനായുടെ കൂടെ ഇരുന്ന സംഭവം, ഉമ്മ വരെ അതിന് സാക്ഷിയായ സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധം, മറ്റുള്ള മലക്കുകളുമായുള്ള ബന്ധം, ഇത് പറയുമ്പോ ആളുകൾ ചോദിക്കുക, ജിബ്രീൽ അലൈഹിസ്സലാമൊക്കെ ആയിട്ട് ഒരാൾക്ക് ബന്ധം ഉണ്ടാവാൻ പറ്റും? എന്നോട് ഒരാൾ കാര്യമായിട്ട് ഫോൺ ചെയ്ത് ചോദിച്ചു, ഏതാ വഹി അറിയിച്ചത്, ഏത് വഹിയായിട്ടാ ജിബ്രീൽ വന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹിയ നിലച്ചു പോയിട്ടുണ്ട് അല്ലേ? വഹിയുമായി വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് വേറെ ആരുടെ അടുത്തും പിന്നീട് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവിയുടെ അടുത്ത് മാത്രം വന്നു എന്ന് പറയുമ്പോൾ അത് മാത്രമോ? ഇപ്പോൾ നൗഷാദ് പറഞ്ഞ ആ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയുണ്ടല്ലോ, മനുഷ്യരെ നിങ്ങളെ പോട്ടന്മാരാക്കുകയാണ് ഞാൻ എന്നുള്ള ആ ഒരു മുഖഭാവത്തോടെ ചിരി അടക്കി പിടിച്ചുകൊണ്ടല്ലേ ഇത് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഈ പൊട്ടപ്പോയത്തക്കാരുടെ വിവരക്കേട് പറയിൽ നിന്ന് പരിശുദ്ധ ഖുർആനിലേക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും മടങ്ങ് എന്ന് തന്നെയാണ് ഇതുവരെയും പറയുന്നത്. അത് കറാമത്ത് നിഷേധമാണ് എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതെങ്കിൽ അള്ളാഹുവിലേക്ക് വിട്ടിരിക്കുന്നു. അള്ളാഹു തീരുമാനിക്കട്ടെ. ബാക്കി അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുവരെയും തുടർന്നു കൊണ്ടുപോകുന്ന ഈ ഒരു ഉദ്യമം മരണം വരെ തുടരും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.